നിലവിലെ ചാമ്പ്യന്മാരെന്ന തലയെടുപ്പുമായി സ്വന്തം നാട്ടിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനിറങ്ങിയ പാകിസ്ഥാൻ ടീം വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കിരീടം നിലനിർത്താനായില്ലെന്ന് മാത്രമല്ല, സെമി ഫൈനലിൽ പോലും കാണാതെ മുഹമ്മദ് റിസ്വാനും സംഘവും പുറത്തായിരിക്കുകയാണ്. ആദ്യ രണ്ട് കളിയും തോറ്റപ്പോൾ തന്നെ പാക് ടീം പുറത്താവലിന്റെ വക്കിലായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലൻഡ് വിജയം ആഘോഷിച്ചതോടുകൂടി പാക് ടീമിന്റെ നേരിയ സെമി പ്രതീക്ഷയും പൂർണ്ണമായി അസ്തമിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ നിന്നും ഇന്ത്യക്കൊപ്പം ന്യൂസിലൻഡും സെമിയിലേക്ക് യോഗ്യത നേടിയതും ചെയ്തു. എന്തുകൊണ്ടാണ് പാക് ടീം സെമിയിലെത്താതെ പോയതിന് കാരണം അന്വേഷിക്കുകയാണ് ആരാധകർ. ആധുനിക ക്രിക്കറ്റിൽ ഒഴിച്ചുകൂടാനാവാത്ത അക്രമാസക്തതയും അഗ്രസീവ് ബാറ്റിംഗും സമീപനമില്ലാത്തതാണ് പ്രധാന കാരണമായത്. ടൂർണമെന്റിൽ ഇതിനോടൊപ്പം തന്നെ കളിച്ച രണ്ട് മത്സരങ്ങളിലും ഒട്ടും തീവ്രതയില്ലാത്ത ബാറ്റിംഗാണ് പാക് ടീം കാഴ്ചവെച്ചതെന്ന് നിസ്സംശയം പറയാം. ന്യൂസിലൻഡുമായുള്ള ആദ്യ കളിയിലും പിന്നീട് ഇന്ത്യക്കെതിരെയുമെല്ലാം ഇത് കാണാമായിരുന്നു. പ്രത്യേകിച്ചും മധ്യ ഓവറുകളിൽ അമിത പ്രതിരോധത്തിലൂന്നിയുള്ള ബാറ്റിംഗാണ് പാക് ടീം കാഴ്ചവെക്കുന്നത്. ഇതവരുടെ സ്കോറിങ്ങിനെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. ബാബർ അസമും ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും മധ്യ ഓവറുകളിൽ ഒരുപാട് ബോളുകൾ പാഴാക്കുന്നതും മറ്റു ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുകയും പുറത്താവലിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. കുറെ കൂടി തീവ്രതയുള്ള രണ്ട് മത്സരങ്ങളും പാക് ടീം ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ വിധി മറ്റൊന്നാവുമായിരുന്നു. ടൂർണമെന്റിന് മുമ്പ് പിന്മാറിയപ്പോൾ പകരം ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഫക്കർ സമാനെയാണ്. സൈമിനെ ഏറ്റവും മികച്ച പരകാരക്കാരനും അത് തന്നെയാണ്. പക്ഷെ ഫക്കറിന് പരിക്കേറ്റ് പിന്മാറിയപ്പോൾ ടീമിലെത്തി ഇൻമാമുള്ളക്കിനെ കുറിച്ച് ഇങ്ങനെ പറയാനും സാധിക്കില്ല. പാക് ടീം വരുത്തിയ രണ്ടാമത്തെ പിഴവ് ടൂർണമെന്റിനെ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരേ ഒരു അംഗീകൃത സ്പിന്നറെ മാത്രം ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അബ്രാർ അഹമ്മദ് മാത്രമാണ് ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. നാട്ടിലെയും ദുബായിലെയും പിച്ചുകൾ സ്പിന്നർമാരെ തുണയ്ക്കുന്നതാവുമെന്ന് അറിയാമായിരുന്നിട്ടും ടീം സെലക്ഷനിൽ അവർക്ക് ഇത്തരമൊരു പിഴവ് സംഭവിച്ചത് ആശ്ചര്യമാണ്. ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള വലിയ ടൂർണമെന്റിനോ രണ്ടോ മൂന്നോ മുൻനിര സ്പിന്നർമാരെ ടീമിലേക്ക് ആവശ്യമാണ്. അബ്രാറിനൊപ്പം പാർട്ട് ടൈം ബോളർമാരായ സൽമാൻ അലിയാഗ, കുഷ്ദിൽ ഷാ എന്നിവരാണ് സ്പിൻ ബോളിംഗിൽ അവർ പരീക്ഷിച്ചത്. പക്ഷേ സൽമാൻ, കുഷ്ദിൽ എന്നിവരിൽ നിന്നും ടീമിന് ബോളിംഗിൽ കാര്യമായൊന്നും പ്രതീക്ഷിക്കാനാകില്ല. വിക്കറ്റ് എടുക്കാൻ ശേഷിയുള്ള ഏക സ്പിന്നർ അബ്രാറാണ്. മുൻ സ്പിന്നർ ഷാഡബ് ഖാനെ തീർച്ചയായും ടൂർണമെന്റിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ തടഞ്ഞ പാക് ടീം സീം ബോളിംഗ് ഓൾറൗണ്ടർ ഫഹീം അഷ്റഫിനെയാണ് ഉൾപ്പെടുത്തിയത്. പാകിസ്ഥാൻ ടീമിന് അടിതെറ്റാനുള്ള മൂന്നാമത്തെ പ്രധാന കാരണം അവരുടെ സംവിധാനങ്ങളുള്ള പാളിച്ചയാണ്. സാഹചര്യങ്ങൾ കുറെ കൂടെ പരിഗണിച്ച് കളിക്കുന്ന താരങ്ങളെയാണ് ടീമിൽ എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ പാകിസ്ഥാൻ ടീമിന്റെ കാര്യത്തിൽ അതില്ലെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ടൂർണമെന്റിലെ സാഹചര്യങ്ങളുമായി അത്ര യോജിക്കാത്തൊരു ടീമിനെ പാകിസ്ഥാൻ സെലക്ടർമാർ ഇത്തവണ തെരഞ്ഞെടുത്തത്. ഇതിപ്പോൾ വലിയ ദുരന്തത്തിലേക്കും നയിച്ചിരിക്കുകയാണ്.